ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലും കുറച്ച് വൈറ്റ് സിമെൻറ്റും കൊണ്ട് ഒരു അടിപൊളി ഷോ പീസാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് തന്നെ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി അതിൽ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ശകലം ഒന്ന് കൂർപ്പിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ഇരുമ്പിൻ്റെ നല്ല കട്ടിയുള്ള ചെറിയ കമ്പി അല്ലെങ്കിൽ അലുമിനിയം കമ്പി ആയിരുന്നാലും മതിയാകും. പിന്നെ വേണ്ടത് കുറച്ച് കോട്ടൺ തുണിയും കുറച്ച് വൈറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തത്. അപ്പോൾ വൈറ്റ് സിമെൻറ്റും വെള്ളവും കൂടെ ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ കോട്ടൺ തുണി നല്ലവണ്ണം വൈറ്റ് സിമെൻറ്റിൽ മുക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ പുറത്തെ സൈഡിൽ നല്ലവണ്ണം ചുറ്റിയെടുക്കുക. ഇനി അടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ചെറിയ കമ്പിയിലും കൂടെ തുണി ചെറിയ പീസായിട്ട് കീറിയിട്ട് അതിനെയും കൂടെ വൈറ്റ് സിമെൻറ്റ് മുക്കി നല്ലവണ്ണം ചുറ്റി കിട്ടുക. അപ്പോൾ ആ കമ്പി ഒന്നും മറയത്തക്ക രീതിയിൽ നല്ലവണ്ണം നമുക്ക് എത്രത്തോളം കനം വേണമോ ആ ഒരു കനത്തിന് നല്ലവണ്ണം ചുറ്റിയെടുക്കുക. അപ്പോൾ നല്ലവണ്ണം ചുറ്റിയെടുത്തിട്ട് അത് ഏകദേശം നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു ദിവസം ഫുള്ള് ആയിട്ടുണ്ട്. അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിനകത്തിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ വെളിയിലെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മോൾഡ് ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കഴുത്ത ഭാഗത്തിന് വേണ്ടി സെറ്റ് ചെയ്ത കമ്പിയുടെ ഭാഗം ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് പൊട്ടിച്ച് ചേർക്കണം. അതിന് കുറച്ച് വൈറ്റ് സിമെൻറ്റ് ഒന്ന് കട്ടിക്ക് മിക്സ് ചെയ്യുക. ബാക്കി ആ കഴുത്തിൻ്റെ പീസും കൂടെ എടുത്ത് വെച്ച് ചെറിയ നൂൽ കമ്പിയോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ കൊണ്ട് നല്ലോണം ചുറ്റി കെട്ടിയാലും മതിയാകും. ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ബാക്കി വരുന്ന വൈറ്റ് സിമെൻറ്റ് നമുക്കൊന്ന് ലൂസാക്കി ആ തുണിയൊന്നും മറയത്തക്ക രീതിയിൽ നല്ലവണ്ണം തേച്ച് കൊടുക്കുക. അത് ഒരു 5 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നല്ലവണ്ണം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈറ്റ് സിമെൻറ്റ് തന്നെ ആ വെള്ളവും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി അതിൻ്റെ പുറത്തെ സൈഡ് മൊത്തം നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പം നമുക്ക് എത്രത്തോളം കനം ആവശ്യമുണ്ടോ ആ ഒരു കനത്തിന് വൈറ്റ് സിമെൻറ്റ് നല്ല കട്ടിക്ക് തന്നെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ചെറിയ കരണ്ടിയോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം കോരി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോട്ടിൻ്റെ മൊത്തം ഭാഗത്തും നല്ലവണ്ണം ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുക്കുമ്പം ചെറിയൊരു ഷേപ്പ് വരത്തക്ക രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കണം. കാരണം നമ്മൾ പേപ്പർ ഇടാൻ നേരത്ത് നമ്മൾ ഒരുപാട് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുമ്പം ഒരുപാട് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നൊരു ഷേപ്പ് കിട്ടത്തില്ല. അപ്പം കനം കൂട്ടി തന്നെ എപ്പോഴും നല്ലവണ്ണം ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ നല്ല കനം വരത്തക്ക രീതിയിൽ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ മൊത്തം സൈഡും ഏകദേശം നമ്മൾ ഫിനിഷിംഗ് പണിയിൽ വരുന്നതിനേക്കാളും എപ്പോഴും നമ്മൾ ഒട്ടിക്കാൻ നേരത്തെ കനം കൂട്ടി തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നല്ലവണ്ണം പേപ്പർ ചെയ്ത് മാത്രമേ നമുക്ക് നല്ല ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ തലഭാഗമൊക്കെ നമുക്ക് എത്രത്തോളം കനം വേണ്ടി വരുമോ ആ ഒരു കനത്തിൽ തന്നെ വൈറ്റ് സിമെൻറ്റ് കുറേശ്ശെ കരണ്ടി കൊണ്ടോ കൈ കൊണ്ടോ കോരി വയ്ക്കുക. ഉണങ്ങുന്നതിനനുസരിച്ച് ചെറുതായിട്ട് വിരൽ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓവർ തടുപ്പ് വരാതെ ചെറിയ കരണ്ടി ഉപയോഗിച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും നമ്മൾ സാധാ സിമെൻറ്റിനെ കാട്ടി. പിന്നെ ആ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ നമുക്ക് എത്രത്തോളം അതിൽ നീളം വയ്ക്കാൻ പറ്റുമോ ആ ഒരു നീളത്തിൽ തന്നെ അതൊന്ന് കൂർപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒട്ടിച്ചെടുക്കാൻ നേരത്ത് അകത്തെ സൈഡും കൂടെ ചെറിയ കരണ്ടി ഉപയോഗിച്ച് നല്ലോണം ഒട്ടിച്ചെടുക്കുക. അകത്തെ സൈഡ് ചെറിയ കരണ്ടി വെച്ച് ഒട്ടിച്ചെടുക്കാൻ പാടാണെങ്കിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് കുറേശ്ശെ മീഡിയം കട്ടിക്ക് കലക്കി അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് നല്ലോണം കറക്കി എടുത്താൽ മതി. എല്ലാ സൈഡിലും പറ്റത്ത രീതിയിൽ കൈവണ്ടി തന്നെ കറക്കി എടുക്കുക. അപ്പോൾ ആ വാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പിൽ തന്നെ കൂർപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് വൈറ്റ് സിമെൻ്റ് ആയതുകൊണ്ട് എത്രത്തോളം വേണമോ നമുക്ക് ഒട്ടിച്ച് കയറ്റാൻ പറ്റും.
അപ്പോൾ ഇത് ഏകദേശം ഒരു 5-6 മണിക്കൂറായിട്ടുണ്ട് മൊത്തം ഒട്ടിച്ച് കഴിഞ്ഞത്. ഇനി നമുക്കത് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എംബറിൻ്റെ സാൻഡ് പേപ്പറും കുറച്ച് വെള്ളവും ഉപയോഗിച്ച് അതിനെ ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എംബറിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം തന്നെ നമുക്കത് പേപ്പർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള നല്ല തടുപ്പെല്ലാം മാറി നല്ല ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നല്ലവണ്ണം ഉരച്ച് അതൊന്ന് പേപ്പർ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കുക. പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റ് സിമൻറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെ വേണം. അപ്പോൾ വൈറ്റ് സിമൻറ്റ് എടുക്കുന്നതിൽ 1/3 ഭാഗം മാത്രമേ പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ ചേർക്കാവൂ. അപ്പം ചെറിയ 3 സ്പൂണ് വൈറ്റ് സിമൻറ്റ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിൽ 1 സ്പൂണ് പ്ലാസ്റ്റർ ഓഫ് പാരീസും കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ രണ്ടാമത് ഒട്ടിച്ച് കൊടുക്കുന്നതുകൊണ്ട് അത് ചിലപ്പോൾ പൊട്ടൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചിറകു ഭാഗത്ത് നമ്മൾ അത് ഏകദേശം വെള്ളം കുറച്ച് തന്നെ മിക്സ് ചെയ്ത് അതിൻ്റെ ചിറക് വരുന്ന ഭാഗത്തും കൂടെ പ്ലാസ്റ്റർ ഓഫ് പാരീസും വൈറ്റ് സിമൻറ്റും കൂടെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു ഷേപ്പിൽ കൈകൊണ്ട് തന്നെ വെച്ചിട്ട് ചെറിയ കരണ്ടി കൊണ്ട് നല്ലവണ്ണം അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതേ കണക്ക് 2 സൈഡിലും കൂടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു ദിവസം ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ പിറ്റേ ദിവസം വീണ്ടും എംബറിൻ്റെ സാൻഡ് പേപ്പർ തന്നെ ഉപയോഗിച്ച് വെള്ളവും കൂടെ ഉപയോഗിച്ച് നമുക്കതിനെ ഒന്ന് പേപ്പറും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് ഒരു ആണി ഉപയോഗിച്ച് ഇനി അതിൻ്റെ പുറത്തും കൂടെ നമുക്ക് കുറച്ച് അതിൻ്റെ ചിറക് വരുന്ന ഭാഗത്ത് കുറച്ച് വരകളും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയൊരു ആണി ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉപയോഗിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഈ ചിറകിൻ്റെ ഭാഗം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം അത് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒരു ദിവസം കഴിഞ്ഞ് പേപ്പർ ഇടാനാണ്. അപ്പോൾ ഏകദേശം ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് വെള്ളവും സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പേപ്പർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു ദിവസം ഫുള്ള് നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല സെറ്റായി പോകും. അപ്പോൾ ആണിയും ഉപയോഗിച്ച് അതിൻ്റെ കുറച്ച് അകത്തുള്ള വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ എംബറിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തന്നെ ആ വരകൾ നല്ലവണ്ണം കുഴിച്ച് നമുക്ക് അതിലും കൂടെ ഒന്ന് പേപ്പർ ചെയ്ത് അതിൽ നിന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ ആ എംബറിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ആ അകത്തുള്ള വരകൾ നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുക. എന്നിട്ട് ആ വരകളുടെ എൻഡ് ഭാഗം ചെറിയ കത്തിയോ അല്ലെങ്കിൽ ചെറിയ കരണ്ടിയോ ഉപയോഗിച്ച് അതിനെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് ആ വെള്ളത്തിൻ്റെ ഈർപ്പമെല്ലാം മാറുന്നത് വരെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ആ ചെറിയ 220-ൻ്റെ പേപ്പറും കൂടെ ഉപയോഗിച്ച് അത് മൊത്തത്തിലൊന്ന് പേപ്പറും കൂടെ ചെയ്തെടുക്കുക. പേപ്പറെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ട കളർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കളർ കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതുവേണോ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കളർ കൊടുക്കുക എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്രിലിക്കിൻ്റെ പെയിൻ്റാണ്. അപ്പോൾ ഇതിൽ ഇവിടെ ടെറാക്കോട്ടയും ബ്ലാക്കും മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കളറെല്ലാം കൊടുത്ത് തീർന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ വാർണിഷാണ്. അപ്പം പെയിൻറ്റ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കോട്ടോ അല്ലെങ്കിൽ ഒരു 2 കോട്ട് ക്ലിയർ വാർണിഷും കൂടെ ബ്രഷിനോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുണ്ടാക്കിയ ഷോ പീസ് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.